പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒന്നാം മാസത്തിൻ്റെ 20ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, എത്ര വേഗമാണ് 20 ദിനങ്ങൾ കഴിഞ്ഞു പോകും. ഈ കഴിഞ്ഞ 19 രാവും 19 പകലും നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. നമ്മുടെ ഓരോ ആവശ്യങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ വൻകരം കൂടെ ഇരുന്നു നമ്മെ നടത്തുവാനിടയായി. ഈ പ്രഭാതവും സ്തോത്രം. നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് കടന്നു ചെല്ലാം. 147 സങ്കീർത്തനക്കാരൻ പാടുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. വിവിധ കാരണങ്ങളാൽ നമ്മുടെ മനസ്സ് തകരുകയും ഹൃദയം മുറിപ്പെടുകയും ചെയ്യാം. മറ്റു മനുഷ്യർക്കാർക്കും ഒരാളുടെ ഹൃദയത്തിൻ്റെ നില എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. വൈദ്യശാസ്ത്രത്തിന് മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് മാത്രമേ ചികിത്സിക്കുവാൻ കഴിയുകയുള്ളൂ. ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും ഉള്ളിലുണ്ടാകുന്ന രോഗങ്ങൾക്കും എക്സ്റേ, സ്കാനിങ്, മറ്റു വിവിധ ഇനം ടെസ്റ്റുകൾ എന്നിവ വഴി രോഗം നിർണയം നടത്തുവാനും ഫലപ്രദമായ ചികിത്സ നൽകുവാനും കഴിഞ്ഞേക്കാം. എന്നാൽ ആരുടെയും മനസ്സും അതിൻ്റെ ചിന്തകളും ഹൃദയവും അതിൻ്റെ യഥാർത്ഥ നിലയും അറിയുവാനുള്ള ഒരു ടെസ്റ്റും ഇല്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലയും അന്തരേന്ദ്രിയങ്ങളും അറിയുന്നവൻ ദൈവം മാത്രമാണ്. ജീവിതത്തിൽ നേരിടുന്ന പരാജയങ്ങൾ, മറ്റുള്ളവരുടെ പരിഹാസവും നിന്ദയും, രോഗങ്ങളും കഷ്ടങ്ങളും, ഉറ്റവരുടെ വേർപാടും, സാമ്പത്തിക തകർച്ചകൾ തുടങ്ങി നിരവധി കാരണങ്ങളാൽ മനുഷ്യൻ്റെ മനസ്സ് നീറുകയും ഹൃദയം തകരുകയും ചെയ്യാം. എന്നാൽ നമ്മുടെ ദൈവം മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. നീറുന്ന പ്രശ്നങ്ങളിൽ നിന്നും, മാറാത്ത രോഗങ്ങളിൽ നിന്നും എത്ര ശ്രമിച്ചിട്ടും മോചനം ലഭിക്കുവാൻ കഴിയാതെ, മോചനം പ്രാപിക്കുവാൻ കഴിയാതെ അനേകരും ഹൃദയം നുറുക്കത്തോടെ ആയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം നമ്മുടെ പാപങ്ങൾ തന്നെയാണെന്ന് ദൈവവചനം പറയുന്നു. പാപം ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും മനുഷ്യനുണ്ടാവുകയില്ല. പാപക്ഷമയും ശുദ്ധീകരണവും വരുത്താത്തത് നിമിത്തമുണ്ടാകുന്ന തകർച്ചയ്ക്കും ശരീരത്തിനും ഹൃദയത്തിനും ഉണ്ടാകുന്ന മുറിവുകൾക്കും എത്ര തന്നെ പ്രാർത്ഥിച്ചാലും കൂട്ടായ്മയിൽ പോയി സംബന്ധിച്ചാലും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുറിവുകൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. മദ്യപാനിയുടെയും വ്യഭിചാരിയുടെയും വീട്ടിൽ ഒരിക്കലും സമാധാനമുണ്ടാവുകയില്ല. ഭവനത്തിൽ പ്രശ്നങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവർ വീണ്ടും വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിയുകയും അതിനനുസരിച്ച് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യും. ആരാധനയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും നടുവിൽ നിന്നും പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാത്ത ജനത്തിന് മുറിവുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇസ്രായേലിനെ സഹായിക്കുകയും അവരെ താങ്ങുകയും ചെയ്യുന്ന ജാതികൾക്ക് ഭാവി കാലത്ത് കഠിനമായ മുറിവുകൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പ്രവചിച്ചു പറയുന്നു. പലരും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയും നാം ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് അപവാദം പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനം തകരുകയും നാം തളർന്നു പോവുകയും ചെയ്യാം. ഏക മകൻ നഷ്ടപ്പെട്ട നൈനിലെ വിധവയുടെ അടുക്കൽ ചെന്ന് നീ ഇനി കരയേണ്ട എന്ന് പറയുക മാത്രമായിരുന്നില്ല, പകരം അവളുടെ ദുഃഖത്തിന് പരിഹാരം വരുത്തുകയും ചെയ്തു നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു. ആകയാൽ പ്രിയ ദൈവഭൈതലേ, നമ്മുടെ മനം തകരുമ്പോഴും ഉള്ളം നുറുങ്ങുമ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലണം. നമ്മുടെ തകർന്ന മനസ്സിനെ സൗഖ്യമാക്കുകയും നമ്മുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന
ദൈവത്തിൽ നമുക്ക് ഈ പ്രഭാതം ആശ്രയിക്കാം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നിരവധി സ്തോത്രം പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ കൂടെ എല്ലാം നമ്മുടെ മനം തകരുകയും ഹൃദയം നുറുങ്ങുകയും ഒക്കെ ചെയ്യാം. എന്നാൽ തിരുവചനം പറയുന്നു, ഹൃദയം നുറുങ്ങുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ പ്രഭാതം ഒരു രക്ഷയുടെ കരം വെളിപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ 1-ാം മാസത്തിൻ്റെ 20-ാമത്തെ പ്രഭാതത്തിലും ആയുസ്സും ആരോഗ്യത്തോടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം കർത്താവെ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ കർത്താവെ സ്തോത്രം നന്മകൾക്കായി പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുണ്ട്. ആരോഗ്യമില്ലാതെയും രോഗശയ്യയിലായിരിക്കുന്ന ഭവനങ്ങളിലും ഹോസ്പിറ്റലിലും അഭയം പ്രാപിച്ചവർ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, മാനസികമായ നിരാശകളിൽ, വാർദ്ധക്യ ബലഹീനതകളിൽ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ മനം തകർന്നും കർത്താവെ ഹൃദയം നുറുങ്ങിയുമായിരിക്കുന്ന അനവധി പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യണം. തലമുറകളെ ഓർത്ത് കരയുന്നവർ, അവരുടെ ഭാവികളെ ഓർത്ത് കരയുന്നവർ, കർത്താവെ സ്തോത്രം ഭവനമില്ലാതെ ഭാരപ്പെടുന്നു, കടഭാരങ്ങളിലായിരിക്കുന്ന വിദേശ യാത്രകളുടെ നന്മകൾക്ക് വേണ്ടി കർത്താവെ ഒരു വാതിൽ തുറക്കുവാനായി സ്തോത്രം പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾക്കും അവിടെ ഉയർച്ചകൾക്കും വേണ്ടി അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ദിനംതോറും പറഞ്ഞ് ദൈവസന്നിധി കരയുന്ന മാതാപിതാക്കളുടെ, കർത്താവിൻ്റെ ദാസിദാസന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് സ്വർഗം മറുപടി നൽകി ആദരിക്കണമേ എന്ന് ഈ പ്രഭാതം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഈ പ്രഭാതം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. ഭാരപ്പെടേണ്ട, ആശ്വാസനായകനായ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.